ചാലിയാർ പഞ്ചായത്തിലെ പ്ലാക്കൽചോല ആദിവാസി നഗറിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ 24 കുടുംബങ്ങളിലെ 84 പേർ വീടുകൾ വിട്ട് പുഴയോരത്തേക്ക് താമസം മാറ്റേണ്ടി വന്നു. കാഞ്ഞിരപ്പുഴയുടെ മായമ്പള്ളിക്കടവിനരികിലാണ് ഇവർ ഇപ്പോൾ താൽക്കാലികമായി കഴിയുന്നത്. കാട്ടുചോല വറ്റിപ്പോയതോടെയാണ് മറ്റൊരു മാർഗവുമില്ലാതെ 12,000 ഉൾവലത്തിലൂടെ ഒഴുകുന്ന പുഴയുടെ തീരത്തേക്ക് കുടുംബങ്ങൾ കുടിയേറിയതെന്ന് നാട്ടുകാരായ ഉണ്ണിമോളും തങ്കമണിയും പറയുന്നു. കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കുട്ടികളും മുതിർന്നവരും പാറക്കെട്ടുകളിൽ ടാർപ്പായ വിരിച്ച് കിടന്നുറങ്ങുകയാണ്. ഓരോ വർഷവും വേനൽക്കാലത്ത് കുടിവെള്ളം ഉറപ്പാക്കാൻ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് അധികൃതരോട് അപേക്ഷിച്ചെങ്കിലും പിന്നീട് ആരും തിരിഞ്ഞു നോക്കാറില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിലവിൽ പുഴയുടെ തീരത്ത് 500 മീറ്റർ പരിധിക്കുള്ളിൽ താൽക്കാലിക കുടിലുകൾ കെട്ടിയാണ് ഇവർ കഴിയുന്നത്. രാത്രികളിൽ പുലിയും കാട്ടാനകളും ആക്രമിക്കുമോ എന്ന ഭീതിയിലാണ് ഇവരുടെ ജീവിതം. വളർത്തുനായ്ക്കളെ പോലും പുലികൾ പിടിച്ചുകൊണ്ടുപോയ സംഭവങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. മാമ്പഴ സീസൺ ആരംഭിച്ചതോടെ കാട്ടാനശല്യവും വർദ്ധിച്ചിട്ടുണ്ട്. പുഴയോരത്തേക്ക് താമസം മാറ്റിയത് കുട്ടികളുടെ പഠനത്തെയും ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. രോഗബാധിതരായ മുതിർന്നവരെ ആശുപത്രിയിലെത്തിക്കാൻ 2 കിലോമീറ്റർ ദൂരം ചുമന്നുകൊണ്ടു പോകേണ്ട അവസ്ഥയാണ്. മഴ പെയ്താൽ വീടുകളിലേക്ക് മടങ്ങാമെങ്കിലും പല വീടുകളും ചോർന്നൊലിക്കുന്നതിനാൽ അവിടെയും സുരക്ഷിതത്വമില്ലെന്ന് ഇവർ പറയുന്നു. ജനപ്രതിനിധികളോ ITDP അധികൃതരോ ആരോഗ്യവകുപ്പോ ഇതുവരെ സ്ഥലത്തെത്തി ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വേനൽക്കാലം കടുത്തതോടെ ജില്ലയിൽ കുടിവെള്ളക്ഷാമം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്ലാക്കൽചോല ആദിവാസി കുടുംബങ്ങളുടെ ദുരിതം അടിയന്തര ശ്രദ്ധ നേടുകയാണ്. ഞങ്ങളും മനുഷ്യരാണ് എന്ന വേദനാഭരിതമായ ഓർമ്മപ്പെടുത്തലോടെയാണ് ഇവർ സഹായം അഭ്യർത്ഥിക്കുന്നത്. ഈ ചാനൽ ചാലിയാർ. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.